ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2258. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 66-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് അതിൻ്റെ 20-ാം ദിനത്തിലാണ്. സ്വന്തം നിയോഗത്തെ കണ്ടെത്തുകയാണ് മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യവും ഉത്തരവാദിത്വവും. ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കവും അതുതന്നെയാണ്. ഒരു ഉദ്ദേശവുമില്ലാതെ ദൈവം ആരെയും ഒന്നിനെയും ഭൂമിയിലേക്ക് അയക്കുന്നില്ല. ഒരു പാത്രം മെനയുമ്പോൾ പോലും അതിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഉള്ളു നിറയെ പ്രകാശം ചൊരിഞ്ഞ് രൂപപ്പെടുത്തിയിരിക്കുന്ന എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയും ഒരു സ്വപ്നമില്ലെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായും ഞാൻ മാത്രം ജീവിച്ചു തീർക്കേണ്ട ഒരു കഥ എനിക്ക് വേണ്ടി ദൈവം എഴുതിയിട്ടുണ്ട്. വേറെ ആരിലും അത് ആവർത്തിക്കുന്നില്ല, മറ്റാരെയും അതിന് ചുമതലപ്പെടുത്തുന്നുമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് എന്നിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. അതിനിണങ്ങിയ മട്ടിലാണ് ജീവിതത്തിൽ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞാൽ എത്ര എളുപ്പമാണ്, എന്തൊരാശ്വാസമാണ്. ആ നിയോഗത്തിനു വേണ്ടി നടത്തുന്ന സമർപ്പണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിയോഗം കണ്ടെത്താതെ പോകുന്നു എന്നത് ഏറ്റവും വലിയ ഒരു അബദ്ധമായിട്ട് നഷ്ടമായി മാറുമ്പോൾ, കണ്ടെത്തിയ നിയോഗത്തിനു വേണ്ടി ഒരു സമർപ്പണമില്ലാതെ പോകുന്നത് അതിലും വലിയ ഒരു പോരായ്മ തന്നെയാണ്. സ്വകാര്യ താല്പര്യങ്ങൾക്കും അജണ്ടകൾക്കും ഇടമില്ലാത്ത ഒരു ജീവിതമാണ് മുമ്പ് കിട്ടുക. ആരൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് തങ്ങളെ തന്നെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അവരൊക്കെ ഭൂമിയിൽ തങ്ങളുടെ സ്പേസ് കൃത്യമായി, ഇടം കൃത്യമായും അടയാളപ്പെടുത്തി കടന്നുപോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി അവനവന്റെ നിയോഗത്തെ തിരിച്ചറിയാനായിട്ട്, അവയെ ഒന്ന് പൂർത്തീകരിക്കാനായിട്ട്, ആരംഭിച്ചു തുടങ്ങാനായിട്ട് അതിനു വേണ്ട ഒരു സമർപ്പണവും സന്നദ്ധതയും കണ്ടെത്തണ്ടേ. പ്രത്യേകമായൊരു നിയോഗവുമില്ല, അതിന് വലിയ വലിപ്പവും മഹത്വവും ഇല്ല. അങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചെറുതായി വിചാരിക്കുന്നുണ്ടാവും. സ്വന്തം ജീവിതത്തെ ഈ വിധത്തിൽ ഈ വഴിക്കൊന്ന് അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഒന്നും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റാതെ പോയത്. നമ്മൾ എത്ര നിസ്സാരരാണേലും ദുർബലരാണേലും നമ്മളെ ചുറ്റിപ്പറ്റി ഒരു ചെറിയ ലോകമില്ലേ. വീടോ ക്ലാസ് മുറിയോ അങ്ങനെ ഏതിടവുമാകാം. അതിന്റെ നിലനിൽപ്പ് നിങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ കടുപ്പിച്ച മുഖവുമായി വിളമ്പിയ ഏതെങ്കിലും ഒരു അത്താഴം ഓർക്കുക. അതെ, അന്ന് വീട് മുഴുവൻ നിശബ്ദതയായിരുന്നു. ഒരാൾ അത്ര ചെറിയ കാര്യമല്ല എന്ന് വീടോ ക്ലാസ് മുറിയോ ഓഫീസോ ഒക്കെ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതെന്ന് കണ്ടെത്തുന്നതും നല്ലതല്ലേ? ആ ഒരാളില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയായി മാറിയേനെ. നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് ഈ തിരിച്ചറിവിലേക്ക് പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കാം. ആമേൻ.